കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ മുൻ MLA അതിക്രമിച്ചു കയറിയെന്ന് പരാതി. മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിനിടയിലാണ് മുൻ MLA AM യൂസഫ് അകത്ത് കടന്നത്. വിവരങ്ങളുമായി പ്രതികരണം കാണാം. ആലുവ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഇവിടെ പോലീസും സെക്യൂരിറ്റീസും മറ്റു അനധികൃത സ്റ്റാഫുകളും ഇവിടെ നിൽക്കാലെ ഇവിടുന്ന് നിലവിൽ നിൽക്കാലെ പുള്ളി അനധികൃതമായിട്ട് വാല് തള്ളി തുറന്ന് നിലവിൽ പോസ്റ്റ്മോർട്ടം ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം വരെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഉൾപ്പെടെ 2 മൃതദേഹങ്ങൾ ടേബിളിൽ കിടക്കാലെ ചെയ്തുകൊണ്ടിരിക്കാലെ പുള്ളി അനധികൃതമായിട്ട് വാതിലല്ലി തുറന്ന് അകത്തേക്ക് കയറി. ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറി. എന്നെല്ലാം CCTV ക്യാമറ ലഭ്യമാണ്. ഡോക്ടർ അവരെ ഷൗട്ട് ചെയ്തിട്ട് രണ്ടുപേരും ഒരു ബോഡിയുടെ കൂടെ വന്ന ഒരാളെയും മുൻ MLA എന്ന് പറഞ്ഞ ഒരാളെയും ഷൗട്ട് ചെയ്ത് പുറത്തോട്ട് ഇറക്കി. പിന്നെ ഇവിടെ കിടന്ന ഒരു അരമണിക്കൂറോളം ഈ വാതിക്ക് കിടന്ന പോലീസും നമ്മളും എല്ലാവരും ജനങ്ങളായിട്ടും ഇവിടുത്തെ സ്റ്റാഫുകളായിട്ടും തല്ലുപിടിക്കായിരുന്നു. പുള്ളി ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. അനന്തരം പുള്ളിക്ക് അവകാശമാണ് കയറാൻ, പുള്ളിയുടെ അവകാശം എന്ന് പറഞ്ഞ് ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുക. അല്ല വിനിത, അങ്ങനെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വാതിൽ തള്ളി തുറന്ന് കയറാൻ ഇടയായ കാരണം എന്താണ്? ഹാഷ്മി, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുൻപിലാണുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയൊരു ആൾക്കൂട്ടമുണ്ട് ഇവിടെ. ഏതാണ്ട് 12:20 കൂടിയാണ് ഈ പരാതിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച അദ്ദേഹം പറയുന്നത് ഇവിടെ മോർച്ചറിക്കുള്ളിൽ മറ്റൊരു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കളമശ്ശേരിയിലെ മുൻ MLA ആയ യൂസഫ് ഇവിടേക്ക് എത്തുകയും മറ്റൊരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അദ്ദേഹം ബഹളമുണ്ടാക്കി. ആദ്യഘട്ടത്തിൽ ആ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി നടത്തി തിരികെ തരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. തുടർന്ന് അദ്ദേഹം മോർച്ചറിക്കുള്ളിൽ കയറി ബഹളമുണ്ടാക്കിയെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി. പിന്നീട് ഇവിടെയുള്ള അധികൃതർ ഇടപെട്ടാണ് അദ്ദേഹത്തെ പുറത്തേക്ക് മാറ്റിയതെന്നും പറയുന്നുണ്ട്. ഈ മോർച്ചറികളിൽ എത്തുന്ന മൃതദേഹങ്ങൾ അത് കൃത്യമായും ആദ്യഘട്ടത്തിൽ എത്തുന്ന മൃതദേഹം അങ്ങനെ കൃത്യമായൊരു ഓർഡർ ഉണ്ട്. അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ ഉള്ള നടപടിക്രമങ്ങൾ അത് കൃത്യമായി പാലിക്കാതെ മറ്റൊരു മൃതദേഹം അത് ആദ്യഘട്ടത്തിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. ഇതിനെ തുടർന്നാണ് മുൻ MLA ആയ യൂസഫ് കളമശ്ശേരി മെഡിക്കൽ കോളേജിനുള്ളിലെ മോർച്ചറിക്കുള്ളിൽ കയറി ബഹളമുണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. ഹാഷ്മി.